ഗയ്സ്, ഞങ്ങൾക്ക് കുറച്ച് നല്ല മാമ്പഴം കിട്ടിയിട്ടുണ്ട്. ഇത് വേറെങ്ങൊന്നുമല്ല, ഞങ്ങളുടെ പറമ്പിലുള്ള മാങ്ങ തന്നെയാണ്. അങ്ങനെ ആ മാങ്ങ എടുത്ത് ഞാൻ ചെത്തി വൃത്തിയാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ചൂടൊക്കെ അല്ലേ, അപ്പം നല്ല സൂപ്പർ ഫ്രീസായിരിക്കുന്ന എന്തെങ്കിലും തണുത്തത് കഴിക്കാൻ നല്ലതല്ലേ. അതുപോലെ കുഞ്ഞുങ്ങളാണെങ്കിൽ എപ്പോഴും ഐസ്ക്രീം എന്ന് കിടന്ന് ബഹളമാണ്. കാര്യം അവർക്ക് ഈ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നതിനോടും സിബബ് ജ്യൂസ് തണുത്ത സാധനങ്ങളൊക്കെ കഴിക്കുന്നതിനോടാണ് താല്പര്യം ഈ ചൂടുകാലത്ത്. അതുകൊണ്ട് ഞാൻ കരുതി എന്തായാലും ഇവർക്ക് പറമ്പിലുണ്ടായ മാങ്ങ വെച്ചിട്ട് തന്നെ കുറച്ച് ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന്. മാങ്ങ വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാം. മാങ്ങ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അരിഞ്ഞ് എടുത്തിട്ട് മിക്സിയിലിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് പാലും കുറച്ചല്ല ഒരു 2-3 ഏലക്കയുടെ പീസും കൂടെ ഇട്ടിട്ട് നല്ലതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. നല്ലതായിട്ട് പേസ്റ്റായിട്ട് തന്നെ അടിച്ചെടുക്കണം. അതുപോലെ തന്നെ ഗൈസ്, എൻ്റെ കയ്യിലാണെങ്കിൽ ഐസ്ക്രീമിന് കുത്തി വെക്കാനുള്ള സ്റ്റിക്കില്ല. അതുകൊണ്ട് ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പറമ്പിലുണ്ടായിരുന്ന പച്ച ഓലക്കാൽ എടുത്തിട്ട് വന്ന് അതിനകത്ത് വൃത്തിയാക്കിയിട്ട് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്തത്. ഫ്രീസ് ചെയ്യാനായിട്ട് ഒരു 8 മണിക്കൂർ ഫ്രീസറിൽ വച്ചേക്കണം. ഇതാ റെഡി ഞങ്ങളുടെ ഐസ്ക്രീം. അപ്പോൾ ഈ ഐസ്ക്രീം ആയാന്നറിയാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. പേപ്പർ ആവുകൊണ്ട് നമ്മളങ്ങ് കീറയണേ ഗെയ്സ്. നമ്മൾ ഐസ്ക്രീം അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മളെ ഐസ്ക്രീം കൊള്ളാവില്ലെന്നറിയാം. നമ്മൾ ഗണപതിക്ക് കൊടുക്കാൻ പോവുകയാണ്. നമ്മളെ ഗണപതി ഇതായിരിക്കുന്നത്. എന്നാ മുരുകന് നമ്മൾ ഐസ്ക്രീം കൊടുക്കുകയാണ്. പിടിച്ചോ. നമ്മളിതാ അടുത്ത ഐസ്ക്രീം നമ്മൾ കുട്ടി പാർവതിക്ക് കൊടുക്കുകയാണ് ഗൈസ്. ഇതാ കൊടുത്തിട്ടുണ്ട്. ഒരു 3 ചേരുവകളേ ഉള്ളൂ. സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാം. മാങ്ങയൊക്കെ ഇഷ്ടം പോലെ എല്ലാവരും പറമ്പിലും തൊടിയിലും വളപ്പിലും ഒക്കെ കാണും. അപ്പം സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. വെറും 3 ചേരുവകളേ ഉള്ളൂ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട്. മാങ്ങ എടുത്തുകൊണ്ട് വന്നിട്ട് വീട്ടിലുള്ള മാങ്ങ എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പം എല്ലാവർക്കും അവൈലബിൾ ആണ്. എടുത്തുകൊണ്ട് വരിക. ഇൻ കേസ് ആർക്ക് വീട്ടുപറമ്പിലും തൊടിയിലും വളപ്പിലും ഒക്കെ കിട്ടിയില്ലെങ്കിൽ ഒരു സിമ്പിളായിട്ട് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കാര്യം മാങ്ങയുടെ സീസൺ ആവുകൊണ്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെ തുച്ഛമായ പൈസയ്ക്ക് മേടിക്കാവുന്നുള്ളൂ. ഒരു 2-3 മാങ്ങ തന്നെ ധാരാളം. പിന്നെ അതുപോലെ തന്നെ ചേരുവകൾ വേണ്ടത് 2-3 ഏലക്ക, പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ഗ്ലാസ് പാല് അല്ലെങ്കിൽ 1 ഗ്ലാസ് പാലിന്റെ അവൈലബിലിറ്റി അനുസരിച്ച്, പിന്നെ ഒരു 2-3 സ്പൂൺ പഞ്ചസാരയുടെ ആവശ്യമുള്ള. കാര്യം നല്ല മധുരമുള്ള മാമ്പഴമാണ് ഞാനിപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. പിന്നെ മാങ്ങയുടെ മധുരം അനുസരിച്ച് നിങ്ങൾ ആവശ്യത്തിന് മധുരം ചേർക്കുക. എനിക്ക് നല്ല മധുരമുള്ള മാങ്ങ ആവുമ്പോൾ ഞാൻ കുറച്ച് മധുരമേ ചേർത്തോളൂ. എന്തായാലും അപ്പം ഓൾ ദ ബെസ്റ്റ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാര്യം വെറുതെ കാശ് മുടക്കി നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് കെമിക്കൽ ചേർത്ത് ഐസ്ക്രീം മേടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാളും കുറച്ച് നേരത്തെ എഫേർട്ട് നല്ല സൂപ്പർ സാധനം കിട്ടും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ടാറ്റാ ബൈ ബൈ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ബൈ.